അക്ഷയതൃതീയ എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി സ്വർണ്ണ വ്യാപാരികൾ നടത്തുന്ന ഒരു ദിവസമാണ് അക്ഷയതൃതീയ. സാധാരണ ഒരു ദിവസം മാത്രമേ അക്ഷയതൃതീയ കാണുള്ളൂ. ഇപ്പോൾ 10 ദിവസം വരെയൊക്കെ ഈ ബിസിനസ് അവർ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അക്ഷയതൃതീയ വൈശാഖ ശുക്ലപക്ഷ തൃതീയ ദിവസമാണ്. ഈ ദിവസം അനുഷ്ഠിക്കുന്ന ഹോമം, ജപം, തപസ്, തീർത്ഥസ്നാനം മുതലായവ അക്ഷയ ഫലദായകമാണ്. ഇത് പരശുരാമൻ്റെ ജന്മദിവസമാകയാൽ പരശുരാമ ജയന്തി എന്നും പറയുന്നു. ത്രേതായുഗം ആരംഭിച്ചത് ഈ തിഥി മുതൽക്കാണ്. ഈ ദിവസം അനുഷ്ഠിക്കുന്ന ഗംഗാസ്നാനത്തിന് വളരെയധികം മാഹാത്മ്യമുണ്ട്. സ്വർഗസ്ഥരായ ആത്മാക്കളുടെ സന്തുഷ്ടിക്ക് വേണ്ടി അക്ഷയതൃതീയ ദിവസം കലശം, വിശറി, കുട്ടകം, കുട, മലർപ്പൊടി, വെള്ളരിക്ക, തണ്ണിമത്തൻ, ശർക്കര മുതലായ പദാർത്ഥങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. 4 ശ്രേഷ്ഠധാമങ്ങളിലും പ്രധാനമായ ബദരീധാമ കവാടം തുറക്കുന്നത് ഇന്നേ ദിവസമാണ്. ഭക്തന്മാർ ബദരീനാരായണൻ്റെ ചിത്രം സിംഹാസനത്തിൽ വെച്ച് ആരാധിക്കുന്നു. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് അക്ഷയതൃതീയ എന്ന്. അപ്പോൾ ഈ അക്ഷയതൃതീയ ദിവസം നമ്മൾ ദാനം ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മഹാപുണ്യം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്നത് സ്വർണ്ണക്കടയിൽ പോയി സ്വർണം വാങ്ങിച്ച് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അങ്ങനെയെങ്കിലും കുറേ സ്വർണം നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ, നമ്മുടെ ദാരിദ്ര്യങ്ങളൊക്കെ ഒഴിയട്ടെ. സ്വർണമെന്ന് പറഞ്ഞാൽ ഏത് സമയവും നമുക്ക് അന്യൻ്റെ മുമ്പിൽ കൈ നീട്ടാതെ സ്വർണം പണയം വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ എല്ലാവരും സ്വർണം വാങ്ങി സൂക്ഷിക്കുക. അപ്പോൾ നമസ്കാരം.